ഇങ്ങനെയാണോ ഇവിടെ ചായ ഇട്ട് തരുന്നത് ഞാൻ? ഇതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പം തോന്നണില്ല നിനക്ക്? ഇങ്ങനത്തെ ചായയാണോ ഞാൻ ഇന്നും തരാറ്? ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇട്ടപ്പോ ഇതിന് കടുപ്പം കൂടിപ്പോയി. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല മധുരമുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, മധുരം കൂടെ ഉള്ളതുകൊണ്ട്. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് മുത്ത്? 10ല്. നീ നിന്റെ കൂട്ടുകാരികളൊന്ന് ഫോൺ ചെയ്തിട്ട് ചോദിക്കും, നിങ്ങൾ വീട്ടിൽ എന്തെല്ലാം പണിയെടുക്കും, നിങ്ങളുടെ അച്ഛനെ അമ്മേനെ നിങ്ങൾ എന്തോരം സഹായിക്കുന്നു ചോദിച്ചു നോക്ക്. 10ാം ക്ലാസ്സിലായിട്ട് ചായ പോലും ഇടാൻ അറിയാത്ത നീ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ മുത്തേ. അതെ, ഇപ്പൊ നമ്മൾ ഇത് കുടിച്ചിട്ടൊരു അഭിപ്രായം പറയും പോലെ അവർക്ക് തിരുത്താൻ പറ്റും ഇതിനകത്തുള്ള പോരായ്മകൾ. ഇതിപ്പോ അത്ര മോശമൊന്നും അല്ല ഇത്. ഡാഡിക്ക് വിവരമുണ്ട്. ഇനി അടുത്ത ഞാൻ കുറച്ച് ചായപ്പൊടി, കുറച്ച് കാപ്പിപ്പൊടി അത് മാറിപ്പോണത് പറയുമ്പോ എന്നറിയില്ലെങ്കിൽ അവക്കൊന്ന് ചോദിക്കാൻ പാടില്ലേ? അതിന് എനിക്കറിയാമോ ഇതൊക്കെയാണ് കറക്റ്റ് അളവ്. ഇന്ന അളവൊക്കെ ഉണ്ട്, നമ്മളൊരു ഇത് ഇടണല്ലേ. അവൾ ഇനി ശരിയാക്കിക്കോളും. ഇല്ല, ശരിയാക്കിക്കോളും. അവൾക്ക് എന്താണെന്ന് ഇഷ്ടം. അവൾക്ക് രാവിലെ എഴുന്നേറ്റ് കുറച്ച് ക്യൂടെക്സ് ഇടണം, കുറെ കണ്ണങ്ങോട്ട് വാരി എഴുതണം, കുറെ പൊട്ട് തൊടണം, പിന്നെ ചെവിയിൽ 2 മറ്റേ സാധനം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നടക്കണം. അല്ലാതെ അവൾക്ക് വീട്ടിൽ പണിയെടുക്കണമെന്നോ അമ്മേനെ സഹായിക്കണമെന്നേ. ഡാഡി എനിക്ക് ഒന്നും സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തിനും ചെയ്താൽ നെഞ്ച് പടപടാ ഇടിക്കും. പേടിയാണ്. എന്തിനും ചെയ്യുമ്പോ തെറ്റ് അമ്മേരി ഈ മോഹം ഇങ്ങനെ മുഖത്ത് വന്നിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ചെയ്തപ്പോ ചായപ്പൊടിയൊക്കെ കൂടിപ്പോയപ്പോ പേടിയാണ്. ഇത് തന്നെയാണ് ഡാഡിയുടെ പ്രശ്നവും. ഡാഡി എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി അത് ചെയ്യാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ ഡാഡിയുടെ ഇങ്ങനെ ഉള്ളിലും വരും ഇങ്ങനെ ഒരു രൂപം. ഇതൊന്നിന്റെ അല്ല. ഒരു സഹോദര അപ്പുറത്തുണ്ടല്ലോ, അവന്റെ മുഖം രണ്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോടെ എല്ലാം ചീഞ്ഞളിഞ്ഞ് ചീറ്റി ഞാൻ ആകെ തോറ്റുപോകും. അത്